ചെയ്തു. അപ്പോൾ നമ്മൾ ഹുക്ക് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് ഒന്ന് ഞാൻ ഫിംഗർ പിടിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് ഫിംഗർ പിടിച്ചിട്ട് ഈ കൈ കൊണ്ട് ഈ ടൈലൻഡ് നല്ലോണം വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഉണ്ടോ? നല്ലോണം വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ഈ സർക്കിൾ നമുക്ക് പോയി കിട്ടും. ഉണ്ടോ? ഒരു ചെറിയ സർക്കിൾ ഉണ്ടാവുള്ളൂ, ആ സർക്കിൾ നമുക്ക് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്ത ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിന് പോലെ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഈ 2 ലൂപ്പും, ഇത് ഫ്രണ്ട് ലൂപ്പും ഇത് ബാക്ക് ലൂപ്പും, ഈ 2 ലൂപ്പും വേണം നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ. ഈ ഫസ്റ്റ് സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്റ്റിച്ച് നമ്മൾ നീഡിൽ കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അപ്പോൾ സ്റ്റിച്ച് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ഇത് ചെയിനല്ല, ഇത് ചെയിൻ സ്റ്റിച്ചല്ല, ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ലൂപ്പേ ഉള്ളൂ, അപ്പോൾ വീണ്ടും അടുത്ത ലൂപ്പും കൂടി, ഫ്രണ്ട് ലൂപ്പേ കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ വീണ്ടും ബാക്ക് ലൂപ്പും കൂടി ഉണ്ട്. അപ്പോൾ 2 ലൂപ്പും കിട്ടി. അതിന് ശേഷം നമ്മൾ യാൺ ഓവർ ചെയ്ത് ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. യാൺ കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഇത് ടീഷർട്ട് യാൺ ആയതുകൊണ്ട് മറ്റേ യാൺ കിട്ടുന്ന പോലെ പെട്ടെന്ന് വലിച്ചാൽ കിട്ടൂല, കുറച്ച് ശക്തി തന്നെ ഉപയോഗിച്ച് വലിക്കണം കേട്ടോ. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യുക, സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി സെയിം ഇതിൽ തന്നെ നമ്മൾ ഒന്നും കൂടി ചെയ്യാണ്, ഇതിൽ തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. ഈ ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഞാനൊരു ഫ്രണ്ട് ലൂപ്പ് മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇൻസേർട്ട് ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ ബാക്ക് ലൂപ്പും കൂടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചിട്ട് 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കണ്ടോ, എനിക്ക് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചത് ശേഷം ഈ ഒരു ചെയിനിൽ നമ്മൾ 2 എണ്ണം കിട്ടി, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റൗണ്ടാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 6 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് അത് 12 സ്റ്റിച്ചായിട്ട് കിട്ടണം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തേൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഇതുപോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് ചെയ്തു. ഇനി സെയിം തന്നെ ഒന്നും കൂടി ചെയ്യുക. ഇൻക്രീസിങ് സ്റ്റിച്ച് ആയതുകൊണ്ട് സെയിം തന്നെ ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ 2 എണ്ണമായി. ഇപ്പോൾ 2 ചെയിനിൽ ഇതിൽ 2 എണ്ണം ചെയ്തു, ഇതിൽ 2 എണ്ണം ചെയ്തു. അടുത്തതിലും ഇതുപോലെ തന്നെ 2 എണ്ണം ചെയ്യുക. 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ 3 ചെയിനിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇതിൽ 2 എണ്ണം ചെയ്തു, ഇതിൽ 2 എണ്ണം ചെയ്തു, ഇതിൽ 2 എണ്ണം ചെയ്തു. അടുത്തതിൽ ഇതുപോലെ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടലി 8 സ്റ്റിച്ചായി. 4 ചെയിനിൽ 8 സ്റ്റിച്ച് ചെയ്തു. ഇനി 5ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 എണ്ണം കൂടി ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടില്ലേ, ഇതാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള സ്റ്റാർട്ടിങ് സ്റ്റിച്ച്. ഇവിടെ തൊട്ടിട്ടാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി നമുക്കിവിടെ ബാലൻസ് ഉണ്ട്. അതിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ടോട്ടൽ സെക്കൻഡ് റൗണ്ടിൽ 12 സ്റ്റിച്ച് കിട്ടി. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിനേക്കാളും ഈ ഒരു റൗണ്ടിനേക്കാളും വലുതായിട്ട് ഈ റൗണ്ട് കിട്ടി. അപ്പോൾ 2, 4, 6, 8, 10, 12 അങ്ങനെ നമ്മൾ എണ്ണി നോക്കുക.